ഒരു വചനം എടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്ന്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷിക്തനായ യാക്കോബും ദൈവവുമായിട്ടുള്ളൊരു വലിയൊരു എൻകൗണ്ടർ നടക്കുന്നൊരു സമയമാണിത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് കൂടുതൽ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന പല വിശുദ്ധന്മാരുടെയും ജീവിതം. അവർ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരുടെ അപ്പനെ അമ്മയൊക്കെ വിട്ട്, സഹോദരനെ വിട്ട്, യാക്കോബ് അന്ന് വരെ ഒരു വീട്ടിനകത്ത് അപ്പനും അമ്മയും സഹോദരനും ഒരു സാധുശീലനായ, ഒരു നിഷ്കളങ്കനായ, അമ്മയുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു വില്ലാളി വീരനാണ്, ഭയങ്കര പരാക്രമശാലിയാണെങ്കിലും ഒരു വീട്ടിനകത്ത്, ഒരു അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി തൻ്റെ അമ്മയോട് കൂടെ കൂടുതൽ സഹവാസം ഉണ്ടായി നടക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. താൻ അത് ഭയങ്കരമായൊരു പരാക്രമശാലിയൊന്നും അല്ല, ഒരു സാധുശീലനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നത് ഭയങ്കരമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പലരുടെയും, നമ്മുടെയൊക്കെ ഭവനത്തിനകത്താണെങ്കിലും നമ്മൾ ചുറ്റുപാട് നമ്മൾ കാണുന്ന പലരെയും നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഒരു സാധാരണക്കാരായിട്ട് നമുക്ക് തോന്നാം, സാധുശീലരായി നമുക്ക് തോന്നാം, പൊട്ടന്മാരെ പോലെ നമുക്ക് തോന്നാം. പക്ഷേ അവരുടെയൊക്കെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് നിമിഷ നേരം മതി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധുശീലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു യാക്കോബ്. ഈ യാക്കോബിൻ്റെ ലൈഫിൽ മാതാവ് കേട്ട വാഗ്ദത്തം ഉണ്ട്, വലിയൊരു വാഗ്ദത്തമുണ്ട്. ഈ രണ്ടാമത്തെ മകനെ ഞാൻ അനുഗ്രഹിക്കും, വലിയവനാക്കും എന്നൊക്കെയുള്ള ആ വലിയ ദൂത് കിടക്കുകയാണ്, ആ വാഗ്ദത്തം കിടക്കുകയാണ്. ഈ മാതാവ് അവർ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ തന്നെ കേട്ടതായ വാഗ്ദത്ത ദൂതാണിത്. എന്നാൽ ആ ദൂത് ദൈവാത്മാവിൻ്റെ ടൈമിൽ, ദൈവം ചെയ്യേണ്ട സമയത്ത് അത് മാനുഷികമായിട്ട് ഈ വാഗ്ദത്വവും ഈ ദൂതും തൻ്റെ മകന് ലഭിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം, അമിതമായ താല്പര്യം. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബിനും യോഹന്നാനും വേണ്ടി സ്വന്തം മാതാവ് വന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അങ്ങ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഒരുത്തന് വലത്തും ഇടത്തും ഇരിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഈ മാതാവ് എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവ് ഒരു പ്രവാചകനും അഭിഷിക്തനുമായിരിക്കെ അദ്ദേഹത്തെ ധിക്കരിച്ച്, അദ്ദേഹം പോലും അറിയാതെ തൻ്റെ മൂത്ത മകനോട് പോലും ചതി കാണിച്ച് ദൈവത്തിൻ്റെ ദൂത് സമയത്തിന് മുമ്പേ ഈ മകനിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് വലിയൊരു ഗൂഢാലോചന അവിടെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദൈവത്തിന് മനുഷ്യൻ്റെ സഹായം ഒരിക്കലും തൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കാൻ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നവരായി മാറാറുണ്ട്. പലപ്പോഴും അയ്യോ ഞാനൊന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദൈവത്തിനെ എങ്ങനെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് പ്രസാദം തോന്നുന്ന രീതിയിൽ, ദൈവത്തിന് ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ദൈവത്തെ സഹായിക്കുന്ന രീതിയിലൊക്കെ ചില ആൾക്കാർ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും പ്രസാദിക്കുന്നവനല്ല ദൈവം. എപ്പോഴും ദൈവത്തിൻ്റെ കരുണയും ദയയും ഉള്ളവരായി നമ്മളാണ് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവൻ ഭാഗ്യവാൻ എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച ഒരു മനുഷ്യൻ ഭാഗ്യവാൻ. അത് അവൻ ആ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല, അത് ദൈവത്തിന് തന്നെ തോന്നണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ സഹായം ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ആവശ്യമില്ല. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പരാജയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ വലിയ ഫേവറുള്ള ഒരു വ്യക്തിയാണ് യാക്കോബ്. ഹല്ലേലൂയ. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവനെ സ്നേഹിക്കുന്നു, ദൈവം തനിക്ക് ഇഷ്ടമുള്ളവനെ തിരഞ്ഞെടുക്കുന്നു, തനിക്ക് ബോധിച്ചവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പ്രവാചകൻ, അദ്ദേഹത്തിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു. താൻ റേഷൻ കടയിൽ പോയി അരി തൂക്കി വയ്ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ദൈവാത്മാവ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ ഭവനം അത്രയും കഷ്ടപ്പെട്ട്, വളരെ പാവപ്പെട്ട ഒരു ഭവനത്തിനകത്ത് നിന്ന്
ഒരു ദൈവദാസനാകണമെന്ന് ആഗ്രഹിച്ച് ഒരു പെന്തക്കോസ്ത് പാരമ്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി ആ സഹോദരൻ ചില ദൈവദാസന്മാരെ കൂടെയൊക്കെ നടന്ന് അവരുടെയൊക്കെ പെട്ടിയൊക്കെ തൂക്കി നടന്ന് അവരുടെ വണ്ടി ഓടിച്ചു നടന്ന് അവരുടെ വീട്ടിലെ ജോലിക്കാരനായിട്ട് നടന്ന് പല പാർഷന്മാരുടെ വിശുദ്ധന്മാരുടെയൊക്കെ ഭവനത്തിൽ ചെന്ന് കിടന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയൊക്കെ നടന്നിട്ട് ഒന്നും നടക്കാതായപ്പോൾ അദ്ദേഹം തിരിച്ച് തന്നെ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞു റേഷൻ കടയിൽ ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് പ്രസാദം തോന്നിയില്ല. മനുഷ്യരാരും പാർഷന്മാരാരും ആ മനുഷ്യനെ സഹോദരനോട് പ്രസാദം തോന്നിയില്ല. ആർക്കും അവനെ ഉയർത്താനോ നന്നാക്കാനോ പറ്റിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ വ്യക്തിയെ ദൈവം തൊട്ടു. അന്ന് ആ വ്യക്തിയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കും, പക്ഷേ നീ എപ്പോഴും സിമ്പിളായിരിക്കണം, സാധാരണക്കാരനെ പോലെ തന്നെ നടക്കണം. കാരണം എനിക്ക് നിന്നിലൂടെ ഒരു കാര്യം ചെയ്യാനുണ്ട്, അറിയിക്കാനുണ്ട്, ലോകത്തിന് കാണിച്ചു കൊടുക്കാനുണ്ട്. കോട്ടും സൂട്ടുമൊന്നും ഇട്ടില്ലെങ്കിലും വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും നിനക്ക് ഒരു ബൈബിൾ കോളേജിൽ നീ പഠിച്ചിട്ടില്ലെങ്കിലും നിന്നിലൂടെ ഞാൻ തെളിയിക്കാൻ പോകുന്നു. എനിക്ക് ഒരു മനുഷ്യനെ എന്നോട് ഇഷ്ടം തോന്നിയാൽ, പ്രസാദം തോന്നിയാൽ, ഞാൻ ഒരുവനെ തിരഞ്ഞെടുത്താൽ ഞാൻ ആ വ്യക്തിയെ എത്രത്തോളം അനുഗ്രഹിക്കും, എങ്ങനെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് ഒരു സാധാരണക്കാരനായ നിന്നിലൂടെ എനിക്ക് തെളിയിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതുപോലെയാണ് ആ മനുഷ്യൻ. നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്ഭുതകരമായ ഉയർച്ചയാണ് ആ ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഇന്ത്യയിൽ നിന്നും ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന ലോകത്തിൽ നിന്നത്തെ ഏറ്റവും വലിയ അഭിഷിക്തന്മാരുടെ നീണ്ട നിരയിൽ ആ വ്യക്തിയെ കൊണ്ടു നിർത്തി. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരൻ ഇന്നും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. അദ്ദേഹം സാധാരണ കൊച്ചു പിള്ളേരെ കൂടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. പലപ്പോഴും അദ്ദേഹം തട്ടുകടയിലൊക്കെ നിന്ന് സാധാരണക്കാരെ പോലെ ഭക്ഷണം കഴിക്കുക. പക്ഷേ അദ്ദേഹത്തിനെ ദൈവം ഉപയോഗിച്ചതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി അങ്ങനെ ചെന്ന് നിൽക്കുന്നത് നമുക്കറിയാം. കുറച്ചൊക്കെ ഒരല്പമൊക്കെ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ പിന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പിന്നെ അവരാരോടും മിണ്ടത്തില്ല, അവരാരെയും ഫോൺ ചെയ്ത് എടുക്കത്തില്ല. അങ്ങനെ ഒരു ലെവലിലോട്ട് അവരങ്ങ് മാറുന്നത് കാണാം. എന്നാൽ ആ സഹോദരൻ ഇന്നും ഒരു നിഷ്കളങ്കനായി, ഒരു സാധാരണക്കാരനായി, എല്ലാവരോടും ഇടപെട്ട് കളി തമാശകളൊക്കെ പറഞ്ഞ് ഒരു സാധാരണ ഒരു വ്യക്തിയായി. എന്നാൽ ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ലെവലിൽ അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞാണ്, ഞാൻ നിന്നെ ഒരു സിമ്പിളായി കാണാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിന് ഒരു വ്യക്തിയോട് ഫേവർ തോന്നുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും, നമ്മൾ അസൂയപ്പെട്ടു പോകും. അതുപോലെയാണ് ചിലരോടുള്ള ദൈവത്തിൻ്റെ ഫേവർ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതെന്താ ഇത്രയും ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ കാരണം. എന്നോടും എൻ്റെ സഹോദരനോടും പലപ്പോഴും ഇവിടുത്തെ ഈ ട്രിവാൻഡ്രം പട്ടണത്തിലെ ചില ശുശ്രൂഷകർ തന്നെ ഒരിക്കൽ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ എങ്ങനെ ഇത്ര ആൾ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ, കാരണം അദ്ദേഹം പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്, കൈ തരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കൈ കൊടുത്താലും പുള്ളി കൈ തരത്തില്ല, ഒന്ന് ചിരിക്കത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഭയിലാകെ ഉള്ളത് 10 പേരും അദ്ദേഹം മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു. ഒരുപാട് ഇഷ്ടംപോലെ അഭിഷിക്തന്മാരെയൊക്കെ അദ്ദേഹം ഇറക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ സഭയിൽ വന്ന ഒരു ദൈവദാസനെയും കൊണ്ട് ഈ പുള്ളിയുടെ ചർച്ചിലോട്ടൊന്ന് വിടാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തിനെ വിട്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് കൈ കൊടുത്തപ്പോൾ അദ്ദേഹം കൈ തന്നില്ല എനിക്ക്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കുന്നില്ല. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അദ്ദേഹം എന്നെ ഉറ്റുനോക്കുകയാണ്. ഞാനൊരു വലിയ പാപം ചെയ്തതുപോലെ അദ്ദേഹം എന്നെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയിൽ ഇത്രയും ജനം എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ആ ചോദ്യത്തിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരുന്നു. കാരണം ഞാൻ അതിന് ഉത്തരം പറഞ്ഞത് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ അത്രയും ലാംഗ്വേജ് ഉള്ള ആൾക്കാരെ പിന്നെ ആ വിവരവും നോളജോ പദവികളോ കുലമഹിമയോ സാമ്പത്തിക അടിത്തറയോ ഒരു യോഗ്യതയും ഇല്ലാതെയാണ് ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സഭയിൽ എങ്ങനെ ജനം വരുന്നു? ഇന്നത്തെ കാലത്ത് പല സഭകൾ നോക്കുമ്പോൾ യുവാക്കന്മാരെ യുവതികളെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സഭകളിൽ ഏറ്റവും തലവേദനയായി മാറുന്നത് യൗവനക്കാരാണ്. പല സഭകളിൽ ഞാൻ പോകുമ്പോൾ അവിടുത്തെ യൗവനക്കാർ വലിയൊരു തലവേദനയാണ് അവിടുത്തെ പാസ്റ്റേഴ്സിന്. പല സഭകളിലും യൂത്ത് മീറ്റിംഗ് നിർത്തിവെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ സഭയിൽ പലപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ യൗവനക്കാർ
ഇവിടെയുള്ള പല ലീഡേഴ്സിനേക്കാളും മുതിർന്നവരായ ആൾക്കാരെക്കാൾ ഉപരി നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ ഇന്നും ആക്റ്റീവായി യൂത്തിൻ്റെ മീറ്റിങ്ങുകൾ ഓൺലൈനിലൂടെ നടക്കുന്നു, ക്വിസ് മത്സരങ്ങൾ നടക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ചിൽഡ്രൻസ് മിനിസ്ട്രി ആണെങ്കിലും യൂത്ത് മീറ്റിംഗ് ആണെങ്കിലും ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലും ആക്റ്റീവായി ഞാൻ പലപ്പോഴും അതിനകത്ത് കയറി നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും. കാരണം അത് നമ്മുടെ കഴിവല്ല, അത് നമ്മുടെ പ്രാർത്ഥന, ഞങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല. ഇത് ദൈവം തന്നതാണെങ്കിൽ മാത്രമേ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണെങ്കിൽ, ദൈവത്തിന് പ്രസാദം തോന്നിക്കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാൻ. നമുക്കതിൽ യോഗ്യതയില്ല, അതിൽ ഒന്നും പറയാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രസംഗ ചാതുര്യം കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ നമ്മുടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല ഒരു സഭ. ഞാൻ എൻ്റെ സഭയെ പണിയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ സഭയുടെ ആരംഭം, കർത്താവ് ഈ ചർച്ച തുടങ്ങിയ സമയത്ത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നെടുമങ്ങാട് വന്ന് ഹോളെല്ലാം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ആരും ഞങ്ങൾ ആൾ തരുന്നില്ല. ഒരു മീറ്റിംഗ് തുടങ്ങണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ എക്സ്പീരിയൻസുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് വലിയ നോട്ടീസ് അടിച്ചു. കാരണം എക്സ്പീരിയൻസും ഉണ്ട്. ദൈവം പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് പകരം ഞങ്ങൾ 2-3 മാസം നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് വഴികളെ തുറക്കും. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ഒരു ചർച്ച തുടങ്ങാനാണ്, ദൈവസന്നിധി എൻ്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ നെടുമങ്ങാട് പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് നെടുമങ്ങാടിനെ കുറിച്ച് അറിയാം, നെടുമങ്ങാടിൻ്റെ ചരിത്രം അറിയാം, നെടുമങ്ങാടിൻ്റെ വലിയുള്ള ജനങ്ങളുടെ സ്വഭാവം അറിയാം, ഇവിടെ എത്ര ക്രിസ്ത്യൻസ് ഉണ്ടെന്നറിയാം, എത്ര ചർച്ചുകൾ വളർന്നിട്ടുണ്ടെന്നറിയാം, ആരൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നറിയാം. ഈ നെടുമങ്ങാട് പോലെയുള്ള സ്ഥലത്ത് ഒരു സഭ വളരണമെങ്കിൽ എത്രത്തോളം പ്രശ്നമുണ്ടെന്നറിയാം. അതും ഞങ്ങളിലൂടെ ഒരു സഭ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ നാട്ടുകാരും സ്വസ്ഥതയോടെ സഭ നടത്താൻ വിടത്തില്ല എന്നുള്ള അറിവ് ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം ഭയമുണ്ട്. ഈ ഭയവും ഈ അറിവും എല്ലാം വെച്ചിട്ട് ദൈവം ഫോഴ്സ് ചെയ്തതുകൊണ്ട്, ദൈവം ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഇനി ദൈവം പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് ഇനി ഞങ്ങൾക്കൊരു പ്രശ്നം വരണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ദേശത്ത് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ അല്ല, പൂർണ്ണ മനസ്സോടെ അല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ വെളിപ്പെടുമ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സഹായം ആവശ്യമില്ല, നമ്മുടെ ഇഷ്ടം ആവശ്യമില്ല, നമ്മുടെ താല്പര്യങ്ങൾ ആവശ്യമില്ല, ഒന്നും ദൈവത്തിന് ആവശ്യം. നമ്മളെ കൊണ്ട് ചെയ്യേണ്ടത് ദൈവം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, വലിയൊരു ഹോട്ടൽ എടുക്കാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ നെടുമങ്ങാടിലെ ഏറ്റവും വലിയൊരു ഹോട്ടൽ എടുത്ത് വലിയൊരു സ്റ്റാൻഡേർഡായിട്ട്, അതായത് ദൈവത്തെ സഹായിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധന തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സ്റ്റാൻഡേർഡിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി വലിയൊരു ഹോട്ടൽ എടുത്ത് അവിടെ ചെന്ന് ഈ ആരാധന തുടങ്ങുകയാണ്. അവിടെ വലിയ നോട്ടീസ് അടിച്ചു, ശ്രീജു RS നായർ, ഷിജു RS നായർ ബാംഗ്ലൂർ പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ നോട്ടീസ് 10,000 നോട്ടീസ് അടിച്ച് രാവിലെ 4-5 മണിക്ക് എഴുന്നേറ്റ്, അന്ന് ആരും ഞങ്ങളെ കൂടെ ഇല്ല, ഞങ്ങൾ വന്ന് 2-3 പേരുണ്ട്, ഞങ്ങളെല്ലാം വന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് ഈ നോട്ടീസൊക്കെ പത്രത്തിനകത്ത് വെച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ അടിച്ച് വലിയ പബ്ലിസിറ്റിയൊക്കെ ചെയ്ത് ആരാധന തുടങ്ങിയതിൻ്റെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ആരും അവിടെ ഇല്ല, ഒരു മനുഷ്യനില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 1000-1500 നോട്ടീസ് അടിച്ചത് മിച്ചം, പൈസ പോയത് മിച്ചം, കേൾക്കാൻ ആരുമില്ല. അപ്പം നമ്മുടെ പേര് അവിടെ ഉയർത്തി ശ്രീജു പ്രസംഗിക്കുന്നു, ഷിജു പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ഇവിടെ ഒരു ഈച്ച പോലും വരൂല എന്ന് ദൈവം തെളിയിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ പേരല്ല, നമ്മുടെ നെയിമല്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലരും വിളിക്കുമ്പോൾ ഈ വലിയ ഈ കൺവെൻഷനൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പേരും ഒക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായി നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത പേരും പദവികളൊക്കെ വെച്ചവർ ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതൊന്നും വെച്ചതുകൊണ്ട് ഒരു ഈച്ച പോലും വരത്തില്ല. ദൈവത്തിൻ്റെ നാമം ഉയർന്നാലേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുന്നതായിരിക്കണം ആരാധന. അപ്പം നമ്മൾ അങ്ങനെ ഒരു സഹായം ദൈവത്തിന് ചെയ്ത് തുടങ്ങാൻ പോയപ്പോൾ അവിടെ അത് പരാജയപ്പെട്ട് ആരും വന്നില്ല. അടുത്ത ആഴ്ച വന്നപ്പോൾ അവിടെ RSSകാരെല്ലാം നിൽക്കുകയാണ്. അവിടെ ആരാധന അന്നത്തോട് വെറും 1-2 ആഴ്ച കൊണ്ട് ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണ്ടും ദൈവസന്നിധിയിൽ ദേശം ചുറ്റി നടന്ന് ചിലതിനെയൊക്കെ ശാസിച്ചാൽ ആരാധന നടത്താമെന്ന് പറഞ്ഞ് വേറെ 2ാമതൊരു ആരാധന ഞങ്ങൾ തുടങ്ങി.
അപ്പോൾ ദേശാധിപതി ശക്തികളെയൊക്കെ അങ്ങ് ശാസിച്ച് ആരാധന തുടങ്ങുന്ന എക്സ്പീരിയൻസ് കൊണ്ട് ദേശത്തിൽ നിറകയും കുറേയൊക്കെ നടന്ന് കുറേ ശാസനയൊക്കെ ശാസിച്ചു. അതിനും ഉടനെ തന്നെ പണി കിട്ടി, വലിയ പ്രശ്നമായി. രണ്ടാമത്തെ ആരാധനയും അങ്ങ് മുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ ഒരു ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പേരും പദവികളും നിങ്ങളുടെ എക്സ്പീരിയൻസിലും നിങ്ങളുടെ നോട്ടീസ് പരിപാടിയും നിങ്ങളുടെ ഫ്ലക്സ് പരിപാടികളും ഒക്കെ അങ്ങ് മതിയാക്കി വെച്ചിട്ട് പൊട്ടന്മാരെ പോലെ നിന്നാൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ഈ ഹാള് ഒരിക്കലും സാധ്യതയില്ലാത്ത വ്യക്തി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ഈ ഹാളൊക്കെ റെഡിയാവുന്നതും പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളൊരു തീരുമാനം. നിങ്ങൾക്കറിയാം, ഈ സഭയിലെ ഫ്രണ്ടിൽ വലിയ ബോർഡുകളൊന്നും നമുക്കില്ല. KFM ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞ ബോർഡ് ഒരിക്കൽ വെച്ചു, അതൊക്കെ എടുത്ത് എവിടെയോ ഇപ്പോൾ കാണും. അതൊന്നും കാണാൻ ആൾക്കാരില്ല. അത് വെച്ചത് ഇന്നും ഒരു ബോർഡ് നമ്മുടെ ചർച്ചിലില്ല. നമുക്ക് വലിയ പരസ്യങ്ങളില്ല. നമ്മുടെ സഭയ്ക്കകത്തുള്ള പ്രോഗ്രാം അല്ലാതെ നമ്മൾ വെളിയിലൊന്നും ഒരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടൊരു മീറ്റിങ്ങുകളും കഴിഞ്ഞ 11-12 വർഷമായിട്ട് ഈ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ ആരുടെയും ഫ്ലക്സ് ബോർഡ് വെച്ചോ ഞങ്ങളുടെ ആരുടെയും പേരിലോ ഞങ്ങളുടെ സഭയുടെ KFMൻ്റെ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചോ മുക്കിന് ഓരോ ജംഗ്ഷനും കൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ചോ ഒന്നുമല്ല. ഇവിടെ വന്ന ജനങ്ങൾ പറഞ്ഞാണ് ആൾക്കാർ ഇവിടെ വരാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, ദൈവം ചെയ്തു. അപ്പോൾ ദൈവത്തിന് ആരുടെയും സഹായം, തൻ്റെ പ്രവർത്തികൾ താൻ വിളിച്ച് പുറത്തിറക്കി വാഗ്ദത്തവും ദൂതും കൊടുത്തിരിക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കാനും ഉയർത്താനും മാനിക്കുവാനും മടക്കി കൊണ്ടുവരുവാനും ഒക്കെ ദൈവത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ മാതാവും സഹോദരനും ഇവരെല്ലാം ഇടപെട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, അവിടെ വലിയൊരു അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മത്സരം നടന്നു, അടി നടന്നു, കലഹം നടന്നു, കുടുംബത്തിനകത്ത് തകർച്ച നടന്നു, ഭിന്നതയുണ്ടായി, കുടുംബം 2 സഹോദരങ്ങൾ ചിതറി. എന്തിനു വേണ്ടി? അന്നും ഇന്നും ഈ ലോകത്ത് നടക്കുന്നൊരു സംഭവമാണ്. നമ്മൾ എന്തൊക്കെയോ നേടാൻ വേണ്ടി, തട്ടിപ്പറിക്കാൻ വേണ്ടി, പദവികൾക്ക് വേണ്ടി, പൊസിഷനുകൾക്ക് വേണ്ടി, വസ്തുവകകൾക്ക് വേണ്ടി, പലതിനും വേണ്ടി നമ്മൾ കലഹിക്കുമ്പോൾ, ഭിന്നതയുണ്ടാകുമ്പോൾ അവിടെയൊന്നും ദൈവം ഒരിക്കലും ഇറങ്ങി വരികയില്ല. അവിടെയൊക്കെ അനാഥത്വങ്ങളുണ്ടാകും, അവിടെയൊക്കെ ഭിന്നതകളുണ്ടാകും, അവിടെയൊക്കെ തകർച്ചകളുണ്ടാകും, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ ഒറ്റപ്പെട്ടവനായി താൻ യാക്കോബ് വന്ന് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് തലയണ വയ്ക്കാൻ ഒരു തലയണയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ കല്ലെടുത്ത് വെച്ച് തലയണയായി കിടക്കുന്ന ഏകനായൊരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം തൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിനകത്ത് കിടന്നപ്പോൾ തന്നെ യാക്കോബിനെ കുറിച്ചുണ്ട്. പക്ഷേ ആ വാഗ്ദത്തവും ദൂതും നിറവേറുവാനൊരു സമയമുണ്ട്, ഒരു സീസണുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വാഗ്ദത്തവും ദൂതും നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ ആരും ഇന്ന് പകല് ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മൾ ആരും വീട്ടിനകത്ത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ വളരെ ഭാരത്തിലായിരിക്കാം, നിരാശയിലായിരിക്കാം, ചിലപ്പോൾ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, കയ്യിൽ 5 പൈസ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബിനെ പോലെ നിരാശനും ഏകനുമായിരിക്കാം. എന്നാൽ നീ കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളും ദൂതുകൾക്കും ഒരു മരണം സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ടു പോയ യാക്കോബ് അവിടെ നിന്നുകൊണ്ട് എന്ത് ചിന്തിക്കുകയാണ്? ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഇവിടെ പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. ആ ദൈവമാണ് യാക്കോബിനോട് പറയുന്ന കാര്യം. എന്താ അവിടെ വചനം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അന്ന് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നോക്കുമ്പോൾ ഈ 20 വർഷം പിന്നീട് അങ്ങോട്ടുള്ള 20 വർഷത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളുമാണ്. ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്നു, ഒരു വീട്ടിനകത്ത് ചെന്ന് കയറി, അവിടെ വഞ്ചന, ചതി, ഭയങ്കരമായ ഒറ്റപ്പെടൽ, അവിടെ 2 സ്ത്രീകൾ മുഖാന്തരം സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് നേരെ ചെന്ന് ആദ്യം കാണുന്നത് ഒരു റാഹേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അവിടെ നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ അവിടെ വിവാഹം നടക്കുന്നത് ആദ്യത്തെ മൂത്ത ലേയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അപ്പൻ വഞ്ചിച്ച് ചതിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക. പ്രൈസ്. ഹിസ്റ്ററി മാറുക, ചരിത്രം മാറുക. പിന്നെ അങ്ങോട്ട് കഷ്ടതയാണ്. 2 വ്യക്തികളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ 20 വർഷം അവിടെ കഷ്ടത അനുഭവിക്കുകയാണ്. ആ കഷ്ടതയുടെ നടുവിൽ കിടക്കുമ്പോൾ തന്നെ കാക്കുമെന്ന് പറഞ്ഞ, നിന്നെ ഞാൻ ഈ ദേശത്ത് മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ, നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തെ കാണാനില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. എത്രയോ ദിവസങ്ങളിൽ ഒരുപക്ഷെ യാക്കോബ് പ്രാർത്ഥിച്ച് കാണും. ഈ 20 വർഷത്തിനകത്ത് യാക്കോബ് പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ടായിരിക്കാം. ദൈവം എവിടെ? ദൈവം എന്നെ കൈവിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മുടെ ദൈവം മനുഷ്യൻ കൈവിട്ടാലും, ഈ ലോകം നിന്നെ കൈവിട്ടാലും, നീ കേട്ട വാഗ്ദത്തം ദൂതും നിന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളും ദൂതുകൾക്കും പറഞ്ഞ ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ശൂന്യത അനുഭവിച്ച ഏകനായ, എല്ലാ നഷ്ടങ്ങളും അനുഭവിച്ച് ഒറ്റപ്പെട്ടവനായ പ്രൈസ് ദി ലോർഡ് യാക്കോബ് തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭാര്യയും മക്കളെയെല്ലാം അക്കരെ എത്തിച്ചതിന് ശേഷം താൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് ഭയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാത്തതും ദൈവിക ദൂതുകൾ കാണാൻ പറ്റാത്തതും, ഒരുപക്ഷെ വലിയ ദൂതുകളും വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും മരണഭയം ഉണ്ടാകുന്നതൊക്കെ, അയ്യോ ഈ രോഗം വന്നു, കൊറോണ വന്നു, ഞാൻ മരിച്ചു പോകും. പലരുടെയും ചിന്ത ഞാൻ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് പലപ്പോഴും നമ്മുടെ വായ കൊണ്ട് നമ്മളത് പറയുകയാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇതുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത്, പലരുടെയും വിശ്വാസം എന്താണ്? ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം നമ്മൾ പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനം 400 സംവത്സരം അടിമത്ത നുഖത്തിൽ കിടക്കുമ്പോൾ മോശ എന്ന അഭിഷിക്തനെ ദൈവം അവിടെ അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അയച്ച് ദൈവിക ദൂത് അവിടെ വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് രക്ഷ തരാൻ വന്നിരിക്കുന്നു, ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അടിമത്ത നുഖത്തിൽ ഭയപ്പെട്ട് കിടന്ന ഈ ജനം ഈ സുവിശേഷം കേൾക്കുകയാണ് മോശയിൽ നിന്ന്. അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസം അപ്പോഴുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സുവിശേഷം കേട്ടപ്പോൾ, മോശ പറഞ്ഞ വാക്കുകളും ദൂതുകളും കേട്ടപ്പോൾ അവർ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണമുള്ള വിശ്വാസം അവർക്കുണ്ടായി. ചെങ്കടലിന്റെ അകത്തൂടെ കടന്നപ്പോൾ അവർ സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ വരെ ചെല്ലാനുള്ള വിശ്വാസം അവർക്കുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് ഇന്ന് നമ്മുടെ എല്ലാം വിശ്വാസം. നമുക്ക് രക്ഷിക്കപ്പെടാൻ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് തന്നെ ചില ഭയപ്പെട്ടായിരിക്കും. ആരെങ്കിലും വന്ന് നരകം, പിന്നെ ദൈവം നിന്നെ കീറിക്കളയുമെന്നുള്ള ദൂതോ, അല്ലെങ്കിൽ നരകത്തിൽ പോയി തീക്കകത്ത് അവിടെ കെടാത്ത തീയും ചാവാത്ത പുഴുവുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെട്ടും പേടിച്ചുമൊക്കെ രക്ഷിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ ദൈവിക വാഗ്ദത്തം ദൂതുകളൊക്കെ കേട്ട ജനം രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ടു നേരെ പോയി അവരുടെ വിശ്വാസം നോക്കണം. താൽക്കാലികമായ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ അടിമത്ത നുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ എൻകൗണ്ടറിലോ ദൈവഭയം കൊണ്ടോ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, വിഷയങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി, അതായത് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കടഭാരത്തിൽ നിന്ന് മാറാൻ വേണ്ടി, പല വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ താൽക്കാലികമായ അവർ രക്ഷ ആരിൽ നിന്ന് കിട്ടുന്നോ അവരിൽ അങ്ങ് ആശ്രയിക്കുകയാണ്. അങ്ങനെ ഒരു ആശ്രയം. ആ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മരുഭൂമി ചെന്നപ്പോൾ അവർ മരിക്കുകയാണ്. കാരണം വാഗ്ദത്ത. എന്നാൽ ദൈവം അവരെ വിളിച്ചത് എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിക്കകത്ത് നിന്ന് അവരോട് പറഞ്ഞ ദൂത്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത നിങ്ങളുടെ പ്രോമിസ് ലാൻഡിനകത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത നാട്ടിനകത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കും. എല്ലാവരും ഈ ദൂത് കേട്ടവരാ. ദൂത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? 400 വർഷം ഈ 10-30 ലക്ഷം പേരോടാണ്, ഒരു വ്യക്തിയോടല്ല ഈ ദൂത് പറഞ്ഞത്. അതുപോലെയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്, ദൈവജനം പറയുന്നത് ലോകത്തുള്ള സകല മാനവരാശി എന്നാണ്. അല്ലാതെ ക്രിസ്ത്യാനികളെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, ജാതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സകല മാനവരാശിക്കും വേണ്ടിയുള്ള രക്ഷ. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ല സുവിശേഷം. അപ്പോൾ ഇവിടെ ഈ ജനത്തിനോടും 30 ലക്ഷം പേരോടും ദൈവം പറയുന്നത്, നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രോമിസ് ലാൻഡിൽ എത്തിക്കുമെന്ന്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു മോശയോട് മാത്രമല്ല പറഞ്ഞു. മോശയോട് പറഞ്ഞില്ല ഞാൻ നിന്നെ എത്തിക്കും. എല്ലാ മനുഷ്യരോടും ഒരൊറ്റ ദൂത്, ഞാൻ നിങ്ങളെ പ്രോമിസ് ലാൻഡിൽ എത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്ത ദേശം തരും, പാലും തേനും ഒഴുകുന്ന ദേശം തരും. അത് ഒരു വ്യക്തിയോടല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ലവനും കെട്ടവനും എല്ലാവരോടും പറഞ്ഞതാ. എല്ലാവർക്കും ഒരൊറ്റ ദൂത. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആരെത്തി? എത്ര പേരവിടെ എത്തി? എത്ര പേരാണ് ആ പ്രോമിസ് ലാൻഡിലെത്തിയത്? പ്രൈസ് ദി ലോർഡ്. ആ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്ര പേരാണ് എത്തിയത്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതിലെത്തിയത് വളരെ ചുരുക്കം പേരാണ്. യോശുവയും കാലേബും ഒഴിച്ച് മോശ പോലും അതിനകത്ത് കയറിയില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ മരുഭൂമിയിൽ മരിച്ചു വീഴുകയാണ്.
അവരെത്രയോ ഫൈറ്റിങ്ങുകൾ നടത്തി, ഭയങ്കര യുദ്ധങ്ങൾക്ക് അവരെ പഠിപ്പിച്ചു. ദൈവം അവരെ പഠിപ്പിച്ചു, യുദ്ധം പഠിപ്പിച്ചു. 40 ദിവസം കൊണ്ട് നടക്കേണ്ട സ്ഥലത്ത് ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഈ ജനം, വിശ്വാസികളെന്ന് അറിയപ്പെട്ട ജനം, മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ അനുഭവിച്ച ജനം, അതേ ജനം, എത്രയോ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയ ജനം, ഈ ജനമെല്ലാം ദൈവത്തോട് മത്സരിച്ചു. ദൈവം വിളിച്ച അഭിഷിക്തനായ മോശയോട് മത്സരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുത്തു, അവർ മത്സരിച്ചു. ഇതെല്ലാം ചെയ്ത് അവസാനം എല്ലാവരും പട്ടുപോയി. 2 പേര് മാത്രം വാഗ്ദത്തം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു വിശ്വാസം വേണം. ദൂത് കേട്ടത് കൊണ്ടോ വാഗ്ദത്തം കേട്ടത് കൊണ്ടോ നമ്മൾ എത്തണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആ വിശ്വാസം വേണം. അത് ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇത്രയൊക്കെ ദൈവം എന്നെ നടത്തി, എനിക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലവും വീടൊക്കെ തന്നു, എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, ഇനി ഞാൻ മരിച്ചാൽ മതി. പല പെന്തക്കോസുകാരും പറയാം, അല്ലെങ്കിൽ പല ദൈവമക്കളുടെ വായിൽ വരുന്ന വാക്കുകൾ ഇതാണ്, ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലെന്ത്, എങ്ങനെയെങ്കിലും മരിച്ച് സ്വർഗത്തിൽ പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. പാപികളായ നമ്മളെ വിടുവിച്ചത് പാപത്തിൽ നിന്ന് നമ്മളെ പാപത്തിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്താനാണോ യേശു വന്നത്? അതല്ല. ദൈവിക ആത്മീക ദൈവത്തിൻ്റെ ഹിതം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ്? ഹല്ലേലൂയ. കേവലം പാപികളായിരുന്ന നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് സ്വതന്ത്രമാക്കി ഒരു രക്ഷ തന്ന് നമ്മളെ ഇവിടെ കുറേ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ട് അനുഭവിച്ച് എങ്ങനെയെങ്കിലും മരിച്ച് അങ്ങ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മൾ. അതാണ് അവിടെ ആ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. അവർക്ക് ആ കനാൻ ദേശത്ത് കയറാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അവിടെയുള്ള മല്ലന്മാരെ പേടിക്കാതെ ഞങ്ങളെ നടത്തുന്ന ദൈവം, അതാണ് ഹെബ്രോൻ പിടിച്ചെടുക്കുവാൻ 85 വയസ്സായ കാലേബ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞത്, ഇവൻ വേറൊരു ആത്മാവുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരെ പോലെ അല്ല യോശുവ, മറ്റുള്ളവരെ പോലെ അല്ല. അവർ വിശ്വാസ നായകന്മാരായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൂതുകളും ഭയപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ അവർ പിടിച്ചെടുക്കാൻ പറ്റി. ഈ ഭയം അല്ലെങ്കിൽ പകുതി വഴി വെച്ച് മരണം, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ഭീരുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭീരുത്വം ഉണ്ടാകുന്നവർ ആരാണ്? ഭയപ്പെടുന്നവരാരാണ്? പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8:15 വാക്യം വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ഭയപ്പെടുന്നവരാരാണ്? ദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ആരാണ്? നമ്മുടെ പൊസിഷൻ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എപ്പോഴാണ് ദാസന്മാരായത്? നമ്മൾ ആരായിരുന്നു? ഏദൻ തോട്ടത്തിൽ വെച്ച് നമ്മളെ ദൈവം വിളിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം പുത്രന്മാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സൺഷിപ്പിനകത്ത് ജീവിച്ചവരാണ് നമ്മൾ, ലോഡ്ഷിപ്പിനകത്ത് ജീവിച്ചവരാണ് നമ്മൾ. സ്തോത്രം. നമുക്കൊരു വലിയ ഒരു ഉത്തരവാദിത്തമുള്ള ദൈവത്തിൻ്റെ അണ്ടറിൽ ആയിരുന്നു നമ്മൾ ജീവിച്ചത്. ആ ദൈവവുമായിട്ട് നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എപ്പോഴാണ് നമ്മൾക്ക് ഭയം ഉണ്ടാകാൻ തുടങ്ങിയത്? നമ്മൾ ഭീരുക്കളാകാൻ തുടങ്ങിയപ്പോഴാണ്. നമുക്ക് മരണത്തെ ഭയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ്. മരണത്തെ ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മരിച്ചാൽ മതിയെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ്. മരണമെന്ന വാക്ക് പോലും മനുഷ്യൻ പറയാൻ തുടങ്ങിയപ്പോഴാണ്. അന്ന് വരെ മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത ഒരു വാക്കായിരുന്നു. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിനകത്ത്, ദൈവത്തിൻ്റെ ലോഡ്ഷിപ്പിനകത്ത്, പിതാവും മക്കളും തമ്മിലുള്ള കണക്ഷനകത്ത് നിന്നപ്പോൾ അവർക്കൊരിക്കലും മരണത്തെക്കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു. അവർ നെഗറ്റീവ് വാക്ക് പറയത്തില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്ന വികാരം പോലും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് അവർ ദാസന്മാരായത്? അവർ പുത്രത്വം എന്ന് പറയുന്ന അധികാര പദവിയിൽ നിന്ന് അവർ താഴെ വീണപ്പോൾ അവർ ദാസന്മാരായി. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരും പിന്നെ ദാസന്മാരായി. പിന്നെ നമ്മൾ അടിയൻ അല്ലെങ്കിൽ ദാസൻ, അടിമ അല്ലെങ്കിൽ പുഴു, കൃമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് കൃമിയാണ് ഞാൻ, പുഴുവാണ് ഞാൻ, അടിമയാണ്, ദാസനാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയും കർത്താവെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ, എന്നെ വിടുവിക്കണേ. നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, നമുക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയാൽ മതി, ഇത്രയൊക്കെ രക്ഷ കിട്ടിയല്ലോ, ഇത് മതി. പ്രൈസ്. ഭീരുക്കൾ, ദാസന്മാരുടെ
പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ മതി. ഭീരുക്കൾ പറയുന്ന വാക്കുകളാണ്. ദൈവമക്കൾ അത് പറയില്ല, ദാസന്മാർ പറയുന്ന വാക്കാണ്. യാക്കോബിനെ കാണാം, ദാസനാണ്. കാരണം അവിടെ ഭയമുണ്ട്. ദാസൻ എവിടെയാണോ ദാസത്വത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അടിമത്ത നുഖത്തിലിരിക്കുന്ന വ്യക്തി, ഇതുവരെയും പുത്രത്വത്തിന്റെ സൺഷിപ്പിനകത്ത് കയറാത്ത വ്യക്തി, ഹല്ലേലൂയ, സ്തോത്രം, ആ വ്യക്തി ഏദൻ തോട്ടത്തിനകത്ത് വെച്ച് പിതാവും പുത്രന്മാരുമായിരുന്ന നമ്മൾ എപ്പോൾ പിശാചിന്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ആ ലീഡർഷിപ്പിനകത്ത് നിന്ന്, ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെപ്പോൾ പിന്മാറ്റത്തിൽ അവസ്ഥയിൽ വന്നുവോ ആ നിമിഷം വന്നാൽ നമ്മൾ പിശാചിൻ്റെ അണ്ടറിലായി, ലോഡ്ഷിപ്പിനകത്ത് നിന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാണ് എന്നൊക്കെ നമ്മൾ 21-ാം സങ്കീർത്തനം പറയുന്നത്. നമ്മൾ ഇങ്ങനെ സങ്കീർത്തനമൊക്കെ വായിക്കുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ആ ലോഡ്ഷിപ്പിനകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ബോധത്തിനകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ വചനം വായിച്ചോ 8:15 മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഭയം, ഭീരുത്വം. ഇത് ദാസ്യത്വത്തിൻ്റെ ആത്മാവുള്ളവർക്കാണ് മരണഭയം. എങ്ങനെയും മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, കൊറോണ വന്ന് മരിച്ചാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടല്ലോ, അഭിഷേകം പ്രാപിച്ചു, ദൈവത്തിന് ഇനിയിപ്പോൾ കൊറോണ വന്ന് മരിച്ചാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും മരിച്ച് കിട്ടിയാൽ മതി, അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി. ഇവിടെ കടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ആ പുത്രത്വത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാതെ, അധികാരത്തിൽ നടക്കാതെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, നീ പാപിയായിരുന്ന നിന്നെ ദൈവം വിടുവിച്ച് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നീ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മുടെ ഹിതപ്രകാരം എങ്ങനെയും ജീവിച്ച് മരിക്കാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്ക് ഈ പുത്രത്വത്തിൻ്റെ അവകാശവും അധികാരവും തന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് മരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 100 പ്രാവശ്യം അങ്ങനെ മരിച്ചാൽ മതി. എത്രയോ ദൈവമക്കളും ദൈവദാസന്മാരും പറയുന്ന വാക്കാണത്. ഒന്ന് മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോൾ ദൈവം ചിന്തിക്കും, ഞാൻ അവനെ വിളിച്ചു, എൻ്റെ ഹിതത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ പുത്രനാണ്, പുത്രിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ രാജ്യം പണിയുവാൻ ഈ ഭൂമിയിൽ എൻ്റെ ഓരോ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമുണ്ട്. ഈ കേവലം പാപികളായ നമ്മളെ വിടുവിച്ചു എന്നുള്ളതല്ല ദൈവത്തിൻ്റെത്. ഏദൻ തോട്ടത്തിനകത്ത് ദൈവം എങ്ങനെ ആദാമിനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചു, പക്ഷേ ഇന്ന് നമ്മൾ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആദാമിനെ പോലെ അല്ല. നമ്മൾ ഒടുക്കത്തെ ആദാം ഒരിക്കലും മണ്ണിൽ നിന്ന് വന്നവനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു ആദ്യത്തെ ആദാമിനെ പോലെ മണ്ണിൻ്റെ പ്രതിമയാൽ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനല്ല. അത് സ്പിരിറ്റിൽ വന്ന ആളാണ്, ആത്മാവിനാൽ ജനിക്കപ്പെട്ടവനാണ്, പരിശുദ്ധാത്മാവിനാൽ നിർമ്മിക്കപ്പെട്ട ഒടുക്കത്തെ ആദാമിൻ്റെ മക്കളാണ് നമ്മൾ. 1 പത്രോസ് 1:21 പറയുകയാണ്, നിന്റെ അകത്ത് കെട്ടുപോകുന്ന ബീജത്താലല്ല. പ്രൈസ് ദി ലോർഡ്. അതിനം പറയുന്നു, ക്ഷയവും മാലിന്യവും ഇല്ലാത്ത, പ്രൈസ് ദി ലോർഡ്, വാട്ടമില്ലാത്ത ഒരു ജനനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ നമ്മൾ പിന്നെയും പറയുകയാണ്. എന്താ വായിച്ചോ 8:15 മുന്നോട്ട് വായിച്ചാട്ടെ. ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചത്. നമ്മളുടെ അകത്ത് വന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ട പുത്രത്വം, അതാണ് ഒരു ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം. ഇൻഹെരിറ്റൻസ് എന്ന് പറയും, അവകാശം. എന്താണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 1 വായിച്ചാട്ടെ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നമ്മൾ ഇൻഹെരിറ്റൻസ്, നമ്മുടെ അവകാശം. എന്താണ് ഈ അവകാശം? നമ്മളൊക്കെ ചിന്തിക്കും പ്രോപ്പർട്ടികളാണെന്ന്. ഇവിടെ പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതും, ഇസഹാക്കിനോട് പറഞ്ഞതും, യാക്കോബിനോട് പറഞ്ഞതും, 400 വർഷത്തോളം അടിമത്ത നുഖത്തിൽ കിടന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട് പറഞ്ഞ ദൂത്, വാഗ്ദത്തം, മോശയോട് പറഞ്ഞത്, യോശുവയോട് പറഞ്ഞ വാഗ്ദത്ത ദൂതുകളൊന്നും അല്ല നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവരോടൊക്കെ പറഞ്ഞത് കനാൻ ദേശം എന്ന് പറയുന്ന ഈ ഭൂമിയിലെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പുതിയ നിയമ വിശ്വാസികളായ നമ്മളോട് ദൈവം പറയുന്നത്, ഇവിടെ കുറെ സ്ഥലം തരാം, വീട് തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്കാർക്കും കിട്ടാത്ത, അവരെല്ലാം ദാസന്മാരായിരുന്നു, അവരെല്ലാം അടിമകളായിരുന്നു, അവരെല്ലാം ഭീരുക്കളായിരുന്നു.
എന്നിട്ട് പോലും അവരിൽ പലരും ദൈവാത്മാവ് വന്നപ്പോൾ ധൈര്യശാലികളായി കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസം കാഴ്ചവെച്ചു. അവരുടെയൊക്കെ പേരുകൾ എബ്രായർക്കെഴുതിയ ലേഖനം 11 വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അത് എല്ലാവരേക്കാൾ ഉപരിയായി പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളല്ല തന്നിരിക്കുന്നത്. അതിനേക്കാൾ ഒക്കെ ശ്രേഷ്ഠകരമായ കുറെ സ്ഥലം തരാം, വീട് തരാം എന്നല്ല ഈ അവകാശം. ആ അവകാശം എന്താണെന്ന് വായിക്ക്. നിങ്ങൾ മക്കളാകൊണ്ട് മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പൊ വലിയൊരു ഇൻഹെറിറ്റൻസ് ഈ എവിടെ നിന്നാ വന്നത്? എന്നോ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ആ ദൈവത്തിന്റെ സ്വപ്നം. ഏതം തോട്ടം ഉണ്ടാക്കി അതിനകത്ത് തൻ്റെ സ്വന്തം പുത്രന്മാരെ ദൈവം ഇറക്കി അവിടെ വാഴുവാൻ. അതാണ് 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ യജമാനനായിരിക്കേണ്ട നമ്മൾ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ യജമാനനാണ് ആയിട്ട് വിളിച്ചിരിക്കുക. പക്ഷേ ആ യജമാനായി വിളിക്കപ്പെട്ട നിങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ ശിശുവിനെ പോലെ ആയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം കൊണ്ടും നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ ഭയം കൊണ്ടും നിങ്ങളുടെ ഭീരുത്വം കൊണ്ടും നിങ്ങളുടെ ഉറപ്പില്ലായ്മ കൊണ്ടും എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടില്ല എങ്ങനെയെങ്കിലും മരിച്ച് സ്വർഗത്തിൽ പോയിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ദാസന്മാരെ പോലെ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദാസന്മാരാണെന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ ദാസന്മാരാണെന്ന് കാണിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങൾ കാണിക്കുന്നത് കോംപ്രമൈസ് ചെയ്യുന്നു. രോഗം വന്നു, ശരി, ഓക്കെ, ഇത് ദൈവഹിതമായിരിക്കാം. പലരും പറയുന്നത് ദൈവഹിതമായിരുന്നു. ദൈവം രോഗം തന്ന് മാനസാന്തരപ്പെടുത്തുന്നവനല്ല. യാക്കോബിന്റെ ലേഖനമായി അവിടെ പറയുന്നത് ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഇനി ദൈവത്തിന് പരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ? ദൈവം നമുക്ക് വേണ്ടി സകല പരീക്ഷകളും അനുഭവിച്ചു കഴിഞ്ഞു. നമുക്കൊന്നും പരീക്ഷയിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് 100% തെളിയിച്ചവരാണ് നമ്മൾ, ഈ മാനവരാശി. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുപാട് പഴയ നിയമത്തിൽ പരീക്ഷിച്ചതാ, പക്ഷേ ആരും ജയിക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. ഒരുപാട് ന്യായപ്രമാണങ്ങളും കൽപ്പനകളൊക്കെ കൊടുത്തു നോക്കിയിട്ടും രക്ഷപ്പെടാൻ വഴിയില്ല. ദൈവത്തിൻ്റെ വചനം പഴയ നിയമം വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു വചനമുണ്ട്, യെഹെസ്കേലിൻ്റെ പുസ്തകം. അതിനകത്ത് സോദോം ഗോമോറയെ കുറിച്ചൊരു കാര്യമുണ്ട്. സോദോം ഗോമോറയോട് പറയുന്നൊരു ദൂത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ പറയുന്ന ഒന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട്, ഇസ്രായേൽ എന്ന വാഗ്ദത്ത ജനത്തിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ പറയുന്ന കാര്യം, സോദോം ഗോമോറ പോലും നിന്റെ അത്രയും വഷളത്വം പ്രവർത്തിച്ചിട്ടില്ല, നിന്റെ അത്രയും നികളവും. അവിടെ പറയുന്ന 1-2 നികളം, തീൻ പൊളപ്പ്, നികളം, നിർഭയം. നിർഭയത്തോടു കൂടി എന്ന് വെച്ചാൽ എത്ര വലിയ പാപം ചെയ്താലും ഒരു ഭയമില്ല. നിർഭയത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരായിരുന്നു ഇസ്രായേൽ ജനം. ദൈവം എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ് എന്നൊരു ചിന്ത. അങ്ങനെ ജീവിച്ചവരാണ് ഇസ്രായേൽ ജനം അന്നും ഇന്നും അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. നിർഭയത്വം, എത്ര പാപം ചെയ്താലും. അപ്പോൾ ഇതെല്ലാം കണ്ട അവരോട് ദൈവാത്മാവ് പറഞ്ഞാണ് നിർഭയത്വമുള്ള ജനം. എത്ര പാപം ചെയ്തിട്ടും അവർക്ക് ദൈവഭയമില്ല. നിഗളികളായ ജനം, തിന്ന് പുളച്ച് എല്ലിൻ്റെ ഇടയിൽ കയറി അഹങ്കാരം കാണിക്കുന്ന ജനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരൊക്കെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഒരുപാട് വെട്ടുകൊടുത്തതാ, ഒരുപാട് പ്രവചിച്ചതാ, ഒരുപാട് ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. ഇവരെല്ലാവരെയും ദൈവം പല നിലവാരങ്ങളിൽ ഇതുപോലെയുള്ള വചനങ്ങളൊക്കെ പറഞ്ഞ് പക്ഷേ ആരുടെയും നികളം മാറുന്നില്ല, ആരുടെയും അഹങ്കാരം മാറുന്നില്ല, ആരുടെയും അത്യാർത്തി മാറുന്നില്ല, ആരുടെയും പാപം ചെയ്യുന്നതിലുള്ള ദൈവഭയം എന്നുമല്ല അന്നുമില്ല ആർക്കും. എല്ലാം കണ്ട് മനുഷ്യനെ പരീക്ഷിച്ചും മനുഷ്യനോട് ദൈവം വലിയ കൽപ്പനകളും വലിയ പ്രവാചകന്മാരുടെ ന്യായവിധിയുടെ ദൂതുകളൊക്കെ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടാത്ത ജനം, ആ ജനത്തിനോട് പുതിയ നിയമത്തിൽ വന്ന് കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുക, ഹല്ലേലൂയ, ആ പുത്രത്വത്തിനകത്തോട്ടൊന്ന് കയറ്. നീ ഇതുവരെ ദാസന്മാരെ പോലെ നടന്നതുകൊണ്ടാണ് നിനക്ക് ഇതൊന്ന് ജയിക്കാൻ പറ്റാത്തത്. ഇനി നിനക്ക് ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യാം. എന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പുത്രത്വം എന്ന് പറയുന്ന അവകാശം മാത്രമല്ല, പരിശുദ്ധാത്മാവെന്ന അച്ചാരം കൊണ്ട് മുദ്രയിട്ട് ഒരു മുദ്രയും കൂടെ തരാം, ഒരു അവകാശവും കൂടെ തരാം, ഒരു അഭിഷേകം കൂടെ തരാം. ഈ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഇന്ന് വരെ ജയിക്കാൻ പറ്റാത്ത നികളം, തീൻ പൊളപ്പ്, നിർഭയത്വം, ഹല്ലേലൂയ, ഭയമില്ല, ദൈവത്തിനോട് ഭയമില്ലായ്മ, ദൈവദാസന്മാരോട് ഭയമില്ലായ്മ,
ആർക്കും കീഴ്പ്പെടാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം മാറാൻ വേണ്ടി ദൈവം ഈ പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ ആ പുത്രത്വത്തെ ദൈവം മടക്കി തന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും നീ ദാസൻ എന്ന രീതിയിൽ ജീവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നീ എൻ്റെ മകനാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ ഒരിക്കലും നീതിമാനാകത്തില്ലെന്ന് കണ്ട് ഞാൻ നിന്നെ നീതീകരിച്ചു, എൻ്റെ നീതി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ അഭിഷേകത്തെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ പുത്രത്വം എന്ന് പറയുന്ന ആ നഷ്ടപ്പെട്ടു പോയ പദവി ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? മരിക്കാനല്ല, രക്ഷിക്കപ്പെട്ട ഉടനെ ചെന്ന് മരിച്ച് സ്വർഗത്തിൽ പോകാനല്ല, ഈ ഭൂമിയെ സ്വർഗമാക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ദൈവരാജ്യം, ഈ ഭൂമിയിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഈ ദൈവരാജ്യം എങ്ങനെ വെളിപ്പെടും? നമ്മളിലൂടെ വെളിപ്പെടും. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ തീറ്റയും കുടിയും അല്ല, നീതിയും സമാധാനവുമാണ് ദൈവരാജ്യം. ആ സ്വസ്ഥത, ആ സമാധാനം, ആ സന്തോഷം ഈ രോഗത്തെ ഭയപ്പെട്ട് ഓടുന്നതല്ല, കൊറോണയെ ഭയപ്പെട്ട് ഓടുന്നതല്ല, ക്ഷാമം കണ്ട് ഓടുന്നതല്ല. ഹല്ലേലൂയ. ആഹാരം വസ്ത്രം ഇല്ല, പട്ടിണിയാണ്, അത് കണ്ട് ഭയപ്പെട്ട് ഓടുന്നതല്ല. അപ്പോസ്തലന്മാര് ദൈവരാജ്യം അവരുടെ മേൽ വന്നപ്പോൾ, ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, പുത്രത്വം അവരുടെ മേൽ വന്നപ്പോൾ, പൗലോസിന്റെ മേലും പത്രോസിന്റെ മേലും സകല അപ്പോസ്തലന്മാരുടെ മേലും വന്നപ്പോൾ അവരുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളുണ്ടായിരുന്നു, കഷ്ടങ്ങളുണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, നഗ്നതയുണ്ടായിരുന്നു, ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ദൈവരാജ്യം അവർ വെളിപ്പെടുത്തി. അവർ തോറ്റുകൊടുത്തില്ല, അവർ കോംപ്രമൈസ് ചെയ്യില്ല, അവർ മരിച്ചങ്ങ് പോകാനല്ല. ദൈവം ഈ ഭൂമിയിൽ എന്നിലൂടെ ചെയ്യാനുള്ള പ്രവർത്തികൾ ഞാൻ എവിടെ പോയാൽ അവിടെ ദൈവരാജ്യം വെളിപ്പെടുത്തും. ഞാൻ ഈ രോഗത്തെ ഭയപ്പെടുകയില്ല, പട്ടിണിയെ ഭയപ്പെടുകയില്ല, ഇതിനെ ഞാൻ അതിജീവിക്കും, കാരണം ഞാൻ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാസ്യത്വത്തിൻ്റെ ആത്മാവുള്ളവനാണ് ഭയം ഉണ്ടാകുന്നത്, ഭീരുവായി പോകുന്നത്, ഭയപ്പെട്ടു പോകുന്നത്, രോഗത്തെ ഭയപ്പെടുന്നു, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു, സാമ്പത്തികം ഇല്ല, ഒന്നുമില്ല. പക്ഷേ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തിരിച്ച് കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൂതുകളും നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. നീ ആ ദാസ്യത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിച്ച് മരിക്കാനെന്നുള്ള ചിന്താഗതി മാറിയിട്ട് നിന്നെ വിളിച്ച വിളിക്കകത്ത് നീ കയറി ദൈവരാജ്യത്തിനകത്ത് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവരാജ്യം പണിയുന്നവനായി മാറുവാൻ, അതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. ആ സൺഷിപ്പിനകത്ത് കയറുക. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഈ പിതാപുത്ര ബന്ധമില്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആരെയും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിനകത്താണ്, പൗലോസിൻ്റെ കാലത്താണ് ക്രിസ്ത്യാനികളെന്ന് നാം വന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന് വിളിച്ചോ? അവിടെ എന്താ വിളിച്ചത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പിതാവ് പുത്രനെ വിളിച്ചത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുക. അവിടെ പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ വന്ന മോശയും യേശുക്രിസ്തുവിൻ്റെയും ഏലിയാവിൻ്റെയും ആ രൂപാന്തരം കണ്ട് ഉടനെ 3 കുടിൽ വയ്ക്കാന്ന് പറഞ്ഞപ്പോഴും അവിടെയും വന്ന് വെളിപ്പെട്ടത് എൻ്റെ പുത്രൻ്റെ വാക്ക് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ആരും ക്രിസ്ത്യാനികളെന്നല്ല വിളിച്ചത്. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികളെന്നുള്ള ഒരു വിളിപ്പേരും കിട്ടി. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുന്നു, ഫോളോവേഴ്സായിട്ട് മാറി. ഈ ഫോളോവേഴ്സ് ആയവാനല്ല ദൈവം വിളിച്ചത്. ക്രിസ്തുവിനെ പോലെ നമ്മളും ട്രാൻസ്ഫോം ആകി മാറും, തേജസ്കരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ പ്രതിമയായി മാറുവാൻ. അതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നവരാണ്. കർത്താവ് മുമ്പേ പോകുന്നു, നമ്മൾ മുമ്പേ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫോളോവേഴ്സിനുള്ള ഏറ്റവും വലിയ വിഷയം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഒരിക്കലും ആ ക്രിസ്തുവായി മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറ്റുന്നതുപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും, അതല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. ആ സൺഷിപ്പിനകത്ത് കയറുക. പുത്രനായ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവ് കാണിച്ചു തന്നതല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഹല്ലേലൂയ. പുത്രൻ എപ്പോഴും പിതാവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, പിതാവുമായിട്ട് എപ്പോഴും ഒരു സംസാരം, ഫെലോഷിപ്പ്. അതില്ലാതെ യേശു കർത്താവ് ഒരിക്കലും ഒരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. എപ്പോഴും മനസ്സിലാക്കുക, അപ്പനും മക്കളെയും തമ്മിൽ വേർപിരിപ്പിക്കാനാണ് പിശാച് നോക്കുന്നത്.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പൻ മകൻ ബന്ധം, ആ ബന്ധത്തെ തകർക്കാനാണ് അന്നും ഇന്നും ഈ ലോകത്തിൽ പിശാചിന് ഏറ്റവും ഭയമുള്ള ഒരൊറ്റ കാര്യം. അമ്മയും മക്കളും തമ്മിൽ ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ല. ബൈബിൾ നമ്മളിവിടെ പറയുന്ന വചനം എന്താണ്? അപ്പനെയും മക്കളെയും വേർപിരിക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മയും മക്കളും വേർപിരിക്കും എന്നാണ് പറയുന്നത്, അല്ല. അതാണ് അപ്പൻ, ഫാദർ ഹാർട്ട്, പിതാവും പുത്രനും എന്ന് പറയുന്നത്. അതാണ് വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ബന്ധമാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പനിൽ നിന്നാണ് ബ്ലെസ്സിങ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മയും മക്കളും വേർപിരിഞ്ഞ ചരിത്രങ്ങളില്ല, ഹല്ലേലൂയ. പക്ഷെ അപ്പനും മക്കളും തമ്മിൽ വേർപിരിയാറുണ്ട്. കാരണം അപ്പനിൽ നിന്നാണ് ബ്ലെസ്സിങ് വരുന്നത്. അപ്പൻ്റെ കെയറാണ് ലഭിക്കേണ്ടത്, അപ്പൻ്റെ പ്രൊട്ടക്ഷനാണ് ലഭിക്കേണ്ടത്, അപ്പൻ്റെ ധൈര്യമാണ് വരേണ്ടത്, അപ്പൻ്റെ ആ പവറാണ് വരേണ്ടത്, അപ്പൻ്റെ പേഴ്സണാലിറ്റിയാണ് മക്കളിൽ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പിശാച് എല്ലാ കുടുംബങ്ങളിലും ഇന്ന് അപ്പനെയും മക്കളെയും തമ്മിൽ വേർപിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ ദൈവമക്കളെ ഏദൻ തോട്ടത്തിനകത്ത് വെച്ച് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ പിശാച് തകർത്ത് കളഞ്ഞു. ആ ഫെലോഷിപ്പ് തകർത്തപ്പോൾ പ്രൈസ് ദി ലോർഡ്, പിശാച് അവിടെ ജയിച്ചു. ഹല്ലേലൂയ. പിന്നെ മക്കളുടെ പദവി എന്താ? ദാസന്മാർ. പിശാചിനെ തട്ടിക്കളിക്കുന്ന ആൾക്കാരായി മാറി. ഇന്നും നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്ത് അപ്പൻ നഷ്ടപ്പെട്ട മക്കളെ നിങ്ങൾ നോക്കണം. അവർ മറ്റുള്ളവർ തട്ടിക്കളിക്കുന്ന വ്യക്തി പാവകളായി മാറും. പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടവർ, വ്യക്തിത്വം നഷ്ടപ്പെട്ടവർ, സ്വന്തം താല്പര്യങ്ങളില്ലാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പാവകളായി മാറുന്നവർ, അങ്ങനെയുള്ളവർ ക്രിമിനലുകളായി മാറുകയാണ്. പിശാചിൻ്റെ കയ്യിൽ അവർ അടിമപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് നേതൃത്വമില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ആരുമില്ല. ഒരു മാതാവിൻ്റെ തണലിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു വ്യക്തിത്വത്തിൻ്റെ അനുഭവത്തിൽ വരാൻ പറ്റത്തില്ല. എപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ അപ്പൻ്റെ ഇതിൽ തന്നെ. അത് സഭയിലാണെങ്കിലും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സഭയ്ക്ക് അകത്തും ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരപ്പൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ വ്യക്തമായിട്ട് എഴുതിയ വിശുദ്ധന്മാരുടെ ഓഹരി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. രണ്ട് തരത്തിലുള്ള അവകാശമുണ്ട്. ഒന്ന്, പിതാവ് നമുക്ക് തരുന്ന സൺഷിപ്പ്, ദൈവം തിരഞ്ഞെടുത്തവരെ വിളി, തിരഞ്ഞെടുപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ഒരു സഭയുണ്ടെങ്കിൽ ആ ദൈവസഭയ്ക്കകത്ത് ഒരു പിതാവ് നമുക്കുണ്ട്. അതാണ് പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ശുശ്രൂഷകന്മാർ, ആ ഇടയന്മാർ, ആത്മീക പിതാവ്. ആത്മീക പിതാവിനെ അനുസരിക്കാനും കേൾക്കാനും അവർക്ക് കീഴ്പ്പെടാനും പലർക്കും, അതും പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ സഭകൾക്കകത്ത് ഈ കുടുംബജീവിതങ്ങളെ തകർത്ത് അപ്പൻ നഷ്ടപ്പെട്ട് അനാഥരായി നടക്കുന്നവരെ പോലെ തന്നെ പല സഭകളിലും പലപ്പോഴും പലരും ദൈവവിളിയുണ്ട്, പക്ഷേ അവരാരും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് കീഴ്പ്പെടുന്നത് കാണാറില്ല. വിശുദ്ധന്മാരുടെ ഓഹരി ലഭിക്കാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരിൽ നിന്ന് ഒരു ഓഹരി നമുക്കുണ്ട്. നമ്മൾ ചിന്തിക്കുമോ, എന്നെ ദൈവം വിളിച്ചു, പിന്നെ ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നോക്കുക, അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചതാ. ഹല്ലേലൂയ. ദൈവത്തെ നേരിട്ട് കണ്ട ആളാണ് പൗലോസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടവനാണ്. പക്ഷെ ഈ പൗലോസിനെ എന്നോട് ദൈവം എന്താ പറഞ്ഞത്? നേരെ ചെന്ന്, പ്രൈസ് ദി ലോർഡ്, അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അയക്കും. ആ വ്യക്തി നിന്റെ തലയെ കൈവയ്ക്കും, അപ്പോൾ നിന്റെ കണ്ണിൻ്റെ കെട്ടഴിയും. ദൈവത്തിന് നേരിട്ട് ചെയ്തുകൂടായിരുന്നു? ദൈവത്തെ നേരിട്ട് മഹത്വം കണ്ട ആളാ. അപ്പോൾ ദൈവത്തിന് അപ്പോൾ തന്നെ അഭിഷേകം ചെയ്തുകൂടായിരുന്നു? ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, അനന്യാസിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അനന്യാസ് നിന്റെ തലയെ കൈവയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ കണ്ണിൽ കെട്ടഴിയും. പിന്നെയും പൗലോസിനെ 10, 15, 14 വർഷം മരുഭൂമിയിലൊക്കെ ആയിരുന്ന പൗലോസിനെ ആർക്ക് പറഞ്ഞുകൂടാ? ദൈവം വീണ്ടും വന്നിറങ്ങി പൗലോസിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചെയ്തില്ലല്ലോ. അവിടെ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കാമല്ലോ. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമി വന്നപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, എന്ത് ചെയ്യുക? സ്നാനപ്പെടുത്തുക. ദൈവം എപ്പോഴും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും വിചാരിക്കും ഞാൻ അങ്ങ് സ്വയം അങ്ങ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങ് ഇരുന്ന് വളർന്ന് രക്ഷപ്പെട്ട ആളാണ്, എനിക്കെൻ്റെ ദൈവമുണ്ട്. അങ്ങനെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അതിനാണ് സഭ വെച്ചിരിക്കുന്നത്.
പിതാവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകണം, ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ആ റിലേഷൻഷിപ്പിനകത്ത് പൗലോസ് ഇരുന്നത് കൊണ്ടാണ് പൗലോസിന് ദൈവശബ്ദം കേൾക്കാൻ പറ്റിയത്. അടുത്തൊരു ലെവലിലോട്ട് നീ കയറണമെങ്കിൽ നീ നേരെ ചെന്ന് നീ പത്രോസിനെ കാണണം. 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് സാധാരണക്കാരായ ചില പ്രവാചകന്മാരുടെ കൈവപ്പിനാലാണ് പൗലോസ് ശുശ്രൂഷയിൽ കയറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെക്കാളും വെളിപ്പാടുണ്ട് പൗലോസിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസിന് വേണമെങ്കിൽ പറയും, ഞാൻ പത്രോസിനെക്കാളും വെളിപ്പാട്. ഞാൻ പത്രോസിനെ പരസ്യമായി ഗലാത്യർക്കൊരു ലേഖനം എഴുതുമ്പോൾ പൗലോസ് പത്രോസിനെ പരസ്യമായി ശാസിക്കുകയാണ്. ആ പൗലോസാണ് പത്രോസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി വന്നിരിക്കുക, കാത്തിരിക്കുക, പത്രോസിനെ കാണാൻ, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് അഭിഷേകം കിട്ടാൻ. പൗലോസിന് വേണമെങ്കിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങനെയൊന്നും, ഈ അപ്പോസ്തലന്മാരാരും ശരിയല്ല. പത്രോസ് ആണെങ്കിൽ ജാതി സ്പിരിറ്റ് ഉള്ളവരാണ്, എനിക്ക് ആ പുള്ളിയുടെ കൈവപ്പ് വേണ്ട. പത്രോസ് ഭയങ്കര ജാതി സ്പിരിറ്റ് ഉള്ള ആളാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, പത്രോസിന്റെ ഒരു 100 കുറ്റം അങ്ങോട്ട് പറയാം. അനന്യാസിനോട് പൗലോസിനെ കൈവയ്ക്കാൻ പറഞ്ഞു. അനന്യാസ് പൗലോസിനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞു. ആരോട്? ദൈവത്തിനോട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും വിഷയം, നമ്മൾ ആരും ആ കറക്റ്റ് വേയിലൂടെ അല്ല പോകുന്നത്. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ, നമ്മൾ ഒരുപാട് അറിവൊക്കെ കൂടി നമ്മൾ നേരിട്ട് ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ പ്രൈസ് ദി ലോർഡ്, നിനക്ക് കൈവപ്പ് തന്ന് നിന്നെ പുറത്തിറക്കാൻ, നിന്റെ അകത്ത് ജ്വലിക്കുന്ന തിമോത്തിയോട് ദൈവം, പൗലോസ് പറയാം, നിന്റെ മേലെ ഞാൻ കൈവയ്ക്കുമ്പോൾ നിന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കും. അപ്പൊ പൗലോസ് പുറത്ത് വരണമെങ്കിൽ പത്രോസിന്റെ കൈവപ്പ് വേണം. പൗലോസ് പുറത്ത് വരണമെങ്കിൽ അനന്യാസിന്റെ കൈവപ്പ് വേണം. പൗലോസ് പുറത്ത് വരണമെങ്കിൽ പ്രവാചകന്മാരുടെ കൈവപ്പ് വേണം. പ്രൈസ് ദി ലോർഡ്. എലീശയെ ദൈവമാണ് വിളിച്ചത്. പക്ഷേ എലീശ എന്ത് ചെയ്തു? ഏലിയാവിന്റെ പിറകെ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തിനാ ഈ ദൈവത്തിൻ്റെ പുറകെ പോകേണ്ടവരൊക്കെ വന്ന് മാറിയിരുന്ന് 21 ദിവസമോ 50 ദിവസമോ 40 ദിവസമോ ദൈവം എൻ്റെ റൂമിനകത്ത് ഇറങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എലീശയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ചൂടെ ദൈവത്തിൽ നിന്ന്? പക്ഷേ എലീശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഏലിയാവിനെ വിടരുത്, പൊയ്ക്കോ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ പുറകെ വിട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ പുറകെ പോയപ്പോൾ അവിടെ കൂടിയിരുന്ന 50 ശിഷ്യന്മാർ ചോദിച്ചത്, ഈ വയസ്സായ പാർട്ടി, ഈ പുള്ളി എടുക്കപ്പെടാൻ സമയമായി, തട്ടിപ്പോവാൻ സമയമായി, ഈ പുള്ളിയുടെ പുറകെ ആരെങ്കിലും പോകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എലീശയ്ക്ക് വേണമെങ്കിൽ ഇവരുടെ വാക്ക് കേൾക്കാം. എലീശ പോവുകയാണ്. അപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ. അവിടെ വലിയൊരു പരീക്ഷണം എലീശയ്ക്കുണ്ട്. കാരണം ഈ വർഷങ്ങളോളമായി ഈ ഏലിയാവിനെ കാണുന്നത്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ഒരിക്കലും അഗ്നിരഥങ്ങൾ ഇതായി ഇറങ്ങുകയാണ് ആകാശത്ത് നിന്ന്. പ്രൈസ്. ഞാനാണെങ്കിൽ 100% ഞാൻ പറയാം, എന്നും കാണുന്ന ഏലിയാവിനെ ഞാൻ പിന്നെ നോക്കത്തില്ല. ഞാൻ തോന്നുന്നു അന്ന് വരെ കാണാത്ത അഗ്നിരഥത്തിൽ ഞാൻ നോക്കും. നമ്മളെല്ലാവരും അങ്ങനെയാ. നമ്മൾ അന്ന് വരെ കണ്ടിട്ടില്ല, അഗ്നിരഥം കണ്ടിട്ടില്ല. എലീശ ആദ്യമായിട്ടാണ് അഗ്നിരഥം ഈ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാണുന്നത്. ഈ അഗ്നിരഥത്തെയാണ് നോക്കേണ്ടത് എലീശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവിനെ അല്ല നോക്കേണ്ടത്. കാരണം എന്നും കാണുന്ന പാസ്റ്റർ എന്നെ ഞാൻ എന്തിനു നോക്കണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ എത്രയും വർഷം കൊണ്ട് ഈ പാസ്റ്ററിനെ കാണുന്നു. ഈ പാസ്റ്ററെ നോക്കി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എനിക്ക് അതിനേക്കാളും വലിയൊരു ദർശനം, വലിയൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. അഗ്നിരഥം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും അഗ്നിരഥത്തെ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഏലിയാവിൽ നിന്നും വീഴുന്ന പുതപ്പിനെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ എലീശ ഒരു വ്യത്യസ്തനായി മാറി. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് പലരിൽ നിന്നും കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത്ഭുതങ്ങളുടെ പുറകെ പ്രൈസ് ദി ലോർഡ് പോകുന്ന ജനങ്ങളാണെന്ന്. അത്ഭുതങ്ങളുടെ പുറകെ അല്ല പോകേണ്ടത്. നിന്നെ നടത്തുന്ന അഭിഷിക്തന്മാരെ നീ നോക്കുവാൻ നീ തയ്യാറാകണം. അവിടെയാണ് വിശുദ്ധന്മാരിൽ നിന്ന് ഒരു ഓഹരി ദൈവം വെച്ചിട്ടുണ്ട്. ഈ വെളിപ്പാടൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇന്ന് അനേകർ പട്ടുപോകുന്നത്. പകുതി വഴി വാഗ്ദത്തമുണ്ട്, ദൂതുണ്ട്, പക്ഷേ അവർ പിന്നീട് പറയും, എനിക്ക് എങ്ങനെയും മരിച്ചാൽ മതി. ഭീരുക്കളായി വാഗ്ദത്തം പ്രാപിക്കാതെ, ദർശനം വിളിക്കകത്ത് കയറാൻ പറ്റാതെ, പ്രൈസ് ദി ലോർഡ്, ഓട്ടത്തിനകത്ത് വെച്ച് തളർന്ന് നിരാശപ്പെട്ട് പതറിപ്പോകുന്നവർ പലപ്പോഴും എന്താ അതിന് കാരണം? ഒന്ന്, നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന സൺഷിപ്പിനകത്ത് നിങ്ങൾ കയറാത്തത് കൊണ്ട്. 2, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഓഹരി അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ, നിങ്ങൾക്ക് മുകളിൽ നിങ്ങളെ നടത്തുവാൻ
അവരുടെ വാക്കുകൾ, അവരുടെ കൈവപ്പ്, അവരുടെ ആശ്വാസ വാക്കുകൾ അതൊക്കെ പ്രാപിക്കുന്നതിന് പകരം ഞാനെന്ന അഹങ്കാരവും നിഗളവും നമ്മുടെ അകത്ത് കയറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ നടത്തുന്നവരെ മറന്ന് ഓടുമ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ പരാജയങ്ങൾ സംഭവിക്കപ്പെടുന്നത്. അവിടെയൊക്കെയാണ് വിളിച്ച ആ ശുശ്രൂഷയ്ക്കകത്ത് ശോഭിക്കാൻ പറ്റാതായി പോകുന്നത്. അവിടെയൊക്കെയാണ് പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതങ്ങ് നടത്തി ചെയ്ത് അവസാനം എങ്ങനെയെങ്കിലും മരിച്ചങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്ന വാക്കിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നമ്മുടെ ഓട്ടം, ആ ഓട്ടക്കളത്തിനകത്ത് സ്ഥിരതയോടെ ഓടി വിരുത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പിതാവുമായി സൺഷിപ്പിനകത്ത് നമ്മൾ കടന്നു വരണം. ആ ലോഡ്ഷിപ്പിനകത്ത് നമ്മൾ കടന്നു വരണം. ദാസ്യത്വത്തിൻ്റെ ആത്മാവിൽ നിന്നും പുത്രത്വത്തിൻ്റെ ആത്മാവിലോട്ട് നമ്മൾ കയറണം. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിക്കുന്നവരായി ഹല്ലേലൂയ നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് വിരോധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. പ്രൈസ്. നിങ്ങളെ നടത്തുന്ന അഭിഷിക്തന്മാർക്ക് കുറ്റങ്ങൾ കാണാം, കുറവുകൾ കാണാം. അത് പിന്നെ എഴുതി വെച്ച് അത് നാട്ടുകാരോട് പറയാനല്ല നമ്മളെ വിളിച്ചത്. നോഹ നഗ്നനായി കിടന്നപ്പോൾ ആ നഗ്നത മറയ്ക്കുന്നതിന് പകരം നഗ്നതയെ വെളിയിൽ വന്നിറങ്ങി 10 പേരോട് പറഞ്ഞത് കൊണ്ടാണ് 4000 വർഷമായിട്ടും ബന്ധനം അടിയാതെ കുറേനക്കാരനായ ശിമോനും ആ കുടുംബമൊക്കെ ജീവിക്കേണ്ടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും താല്പര്യം, ദൈവത്തിന് നമുക്ക് വചനം വായിക്കാം. 36-ാമത്തെ വാക്യം, യെഹെസ്കേൽ 36 അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചോട്ടെ പെട്ടെന്ന്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്നു. അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ, ദൈവത്തിന്റെ നാമം ഇന്ന് ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്തിരിക്കുക? നാണം കെട്ടിരിക്കുക. പ്രൈസ്. സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ തന്നെ നമ്മുടെ സഭകളെ, നമ്മുടെ പാർഷന്മാരെ, നമ്മുടെ ശുശ്രൂഷകരെ ഇന്ന് ദൈവമക്കൾ തന്നെയാണ് നമ്മൾ നാറ്റിയിരിക്കുന്നത്. പ്രൈസ്. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ആ പാർഷ ശരിയല്ല, ഈ പാർഷ ശരിയല്ല, ആ സഭയിൽ പോകരുത്, ഈ സഭയിൽ പോകരുത്. പാർഷന്മാരുടെ കുറ്റങ്ങൾ ദൈവജനം തന്നെ ജാതികളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിനകത്ത് കയറി, സോഷ്യൽ മീഡിയക്കകത്ത് കയറി നമ്മൾ ലോകം മുഴുവനുമുള്ള ആൾക്കാർ കാണത്തക്ക രീതിയിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവമക്കൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയെയും ദൈവദാസന്മാരെയും ദുഷിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ. ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. അങ്ങനെ നാണം കെട്ട അനുഭവം ഇന്ന് കൊറോണ ദൈവദാസന്മാരൊന്നും കാണാനില്ല. ഇവിടെ എന്നാ ചോദിക്കുന്നത്? ക്രിസ്ത്യാനികളാണ് ചോദിക്കുന്നത്. എവിടെ ഭാഷന്മാർ, എവിടെ ക്രിസ്ത്യാനികൾ, എവിടെ വിശ്വാസികൾ? ഭാഷന്മാരെല്ലാം ഓൺലൈനിലൂടെ പ്രസംഗിച്ച് സ്വത്രക്കാഴ്ച വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അപവാദം പറയുന്നത് ജാതികളല്ല, ദൈവമക്കൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവസഭയെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവദാസന്മാരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു, കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം ഇതിൽ നിന്നെല്ലാം നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവരും. കർത്താവ് വലിയവനാണ്. ദൈവം, ഈ സർവശക്തനായ ദൈവം, അതാണ് 37-ാമത്തെ അധ്യായം. അതിനകത്ത് യെഹെസ്കേലിനോട് ദൈവാത്മാവെന്ന് പറയുകയാണ്, ഈ അസ്ഥികൾ, ഇന്ന് ദൈവസഭ അസ്ഥികൾ കൂടാരം പോലെ കിടക്കുകയാണ്. വലിയ താഴ്വരകൾക്കകത്ത് അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് പോലെ സകല ദൈവമക്കളും അഭിഷിക്തന്മാരും വിശ്വാസികളും ദൈവജനങ്ങളും നാണം കെട്ട അനുഭവത്തിൽ, ദൈവനാമം ദുഷിക്കത്തക്ക നിലവാരത്തിൽ കിടക്കുകയാണ്. പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവാത്മാവ് പറയുകയാണ്, നമ്മൾ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്. നമ്മളെ ഇസ്രായേൽ ജനം, ആ ദൈവം അവരെ കൂടെ ഉണ്ട്, അന്നും ഇന്നും ഉണ്ട്. പക്ഷേ ആ ഇസ്രായേൽ ജനം മശിഹയെ അംഗീകരിക്കുന്നില്ല. അവർ ഗാഢനിദ്രയിലാണ്. ലോഡ്ഷിപ്പിന്റെ അകത്ത് അവർ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുറ്റമല്ല, പക്ഷെ ദൈവം പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. ദൈവത്തിന് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് നാൾ ഇന്നത്തെ ഈ അവസ്ഥകളെല്ലാം മാറും, ഈ സാഹചര്യങ്ങൾ മാറും, ഈ കൊറോണ മാറും, ഈ പ്രതിസന്ധികൾ മാറും, ഈ അടഞ്ഞു കൂടിക്കിടക്കുന്ന ആരാധനാലയങ്ങളെല്ലാം സജീവമാകും. അന്ത്യകാലത്തിന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുന്ന വചനം പറയുകയാണ്. യോവേൽ പ്രവചന പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിന് അകത്ത് പറയുന്നത് പോലെ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ മേലും ദൈവത്തിന്റെ തീ വരാൻ പോവുകയാണ്. ഒരു അഗ്നി ഇറങ്ങാൻ പോവുകയാണ്. വലിയ റിവൈവൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നാണം കെട്ട അവസ്ഥകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ റിസറക്ഷൻ ഗ്ലോറിയിലൂടെ പുറത്തു കൊണ്ടുവരും. ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ദൈവസഭയ്ക്കകത്ത് വരും. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്.
ഭീരുക്കളാകാതെ, ദാസന്മാരായി ജീവിക്കാതെ, ഈ ലോഡ്ഷിപ്പിനകത്ത്, ദൈവത്തിൻ്റെ ഫെലോഷിപ്പിനകത്ത്, പിതാപുത്ര പരിശുദ്ധാത്മാവുമായിട്ടുള്ള ത്രിയേക ദൈവത്തിൻ്റെ കണക്ഷനകത്ത് നമ്മൾ കയറി, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധന്മാരുടെ ഓഹരി നിങ്ങളെ നടത്തുന്ന അഭിഷിക്തന്മാരിൽ നിന്നും കൈവപ്പ് പ്രാപിച്ച് അവർ പറയുന്നത് കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ അനുസരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവ് പറയുകയാണ്, നമ്മെ പുറത്ത് കൊണ്ടുവന്ന് ഒരു വലിയ ഉണർവിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ദൈവം ശക്തമാണ്. ഇന്ന് കാണുന്ന സ്ഥിതി എല്ലാം മാറി അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും ഉപയോഗിക്കാൻ പോവുകയാണ്. എല്ലാം മാറും, എല്ലാ സ്ഥിതിയും മാറും, ഈ സ്ഥിതി എല്ലാം മാറും. ദൈവം നമ്മളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ദൂതുകളും കൂട്ടമായ സ്നാനങ്ങളും രാജ്യങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാനും ആത്മാക്കളെ കൂട്ടമായി നേടുവാനും ഒക്കെ വലിയൊരു ഉണർവിൻ്റെ ഒരു വലിയ കാറ്റ് നമ്മൾ കാണാൻ പോകുന്നു. സ്ഥിതിഗതികളെല്ലാം മാറും. പക്ഷേ നമ്മൾ ആദ്യം ഈ ദാസ്യത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. ആ പുത്രത്വത്തിൻ്റെ സൺഷിപ്പിനകത്ത് നമ്മൾ കയറണം. നമ്മൾ അവകാശികളായി, അധികാരമുള്ളവരായി മാറണം. നമ്മൾ യജമാനന്മാരായി മാറണം. നമ്മൾ ദാസന്മാരുമല്ല, നമ്മൾ ശിശുക്കളുമായിരിക്കാതെ വിശ്വാസത്തിൽ ശിശുവാകരുത്, വിശ്വാസത്തിൽ വീര്യമുള്ളവരായി മാറണം. മരുഭൂമിയിൽ വെച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ ഭൂമിയിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൂതുകളും നിന്നിലൂടെ ചെയ്തെടുക്കാൻ, അത് പ്രാപിച്ചെടുപ്പ്, അത് കാണാൻ, പ്രൈസ്, ദൈവരാജ്യം പണിയാൻ നീ ഒരു ചങ്കൂറ്റമുള്ള വിശ്വാസ വീരനായി പുറത്തു വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ, ദാസന്മാരെ പോലെ പേടിച്ച് ഭയന്ന്, ഹല്ലേലൂയ, സ്തോത്രം, മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് മരിച്ചാൽ മതി എന്ന് ചൂരച്ചെടി ചെന്ന് കിടന്നതുപോലെ കിടക്കാനല്ല ദൈവം നമ്മൾ വിളിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ ദൈവമേ, ഈ ദൈവത്തിൻ്റെ സഭ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത ദൈവം, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്തായ ശക്തി ഈ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. അതാത് വീടുകൾക്കകത്ത് നിരാശയോടെ, ഭാരത്തോടെയോ കൺഫ്യൂഷനോടെയോ ഒരുപാട് വാഗ്ദത്വം ദൂതെല്ലാം കേട്ട് ഒന്നും കാണാനില്ല, കേൾക്കാനുമില്ല, ഭാഷന്മാരെയും കാണാനില്ല, കർത്താവിനെയും കാണാനില്ല, എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു കരഞ്ഞും നിലവിളിച്ചും പിറുപിറുത്തും നടക്കാതെ, ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഭാഷന്മാരെ എടുത്ത് കാണത്തില്ല, ഭാഷന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ അകത്ത് പുത്രത്വം ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ യേശുവുണ്ട്, നിങ്ങളുടെ വായി ഒരു ജീവനുള്ള നാവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ആ പുത്രത്വത്തിൻ്റെ അധികാരം നമ്മുടെ അകത്തുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ഭൂമി ദൈവത്തിൻ്റെ പുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കൊരു വെളിപ്പാടുണ്ടായി, ഞാനൊരു പുത്രനാണ്, ഞാൻ അധികാരമുള്ളവനാണ് എന്നൊരു തൻ്റെ ഇടത്തോടെ, ഉറപ്പോടെ ഈ ബാധകൾക്ക് വിരോധമായി, വൈറസിന് വിരോധമായി, ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് വിരോധമായി മനുഷ്യനിലുള്ള ആശ്രയങ്ങൾ വിട്ടിട്ട് ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുന്നോട്ട് കടന്നു വരുവാൻ, ഉറപ്പും ധൈര്യമുള്ളവരായി മാറുവാൻ, തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞ ദൂതുകളും വാഗ്ദത്തങ്ങളും, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നിലൂടെ ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഞാൻ ആയിരിക്കുമ്പോൾ അത് വെളിപ്പെടും. ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഈ വൈറസിന്, ഈ കൊറോണയ്ക്കോ, ഒരു കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ ഒന്നിനും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. എന്റെ വിശ്വാസം കുറഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ധൈര്യത്തോടെ പുറത്തു വരുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ നാമത്തെ മഹത്വീകരിക്കുവാൻ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. ഈ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് ഉള്ള എല്ലാ വിശ്വാസികളെയും, എല്ലാ ലീഡേഴ്സിനെയും, എല്ലാ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ശുശ്രൂഷകന്മാരെയും യേശുവിന്റെ നാമത്തിൽ അവരെയും അവരുടെ കുടുംബ അംഗങ്ങളെയും അവരുടെ തലമുറകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് യേശുവിൻ നാമത്തില് ഈ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ കർത്താവെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ അപ്പോസ്തലിക അധികാരത്തിൽ നിന്നുകൊണ്ട്, പ്രൊഫറ്റിക്കൽ അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സകല ആടുകളെയും സകല ജനത്തെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മരണം അവരെ വിട്ടുമാറട്ടെ, രോഗം അവരെ വിട്ടുമാറട്ടെ, ശാപം അവരെ വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ അവരെ വിട്ടുമാറട്ടെ, എല്ലാ പൈശാചിക കെട്ടുകളും വിട്ടുമാറട്ടെ. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, പുറത്തു വരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, വാഗ്ദത്തം അവർ കാണട്ടെ, ദൂതുകൾ അവർ പ്രാപിക്കട്ടെ. സമൃദ്ധിയെ ഞാൻ പ്രവചിക്കുന്നു, സമ്പത്തിനെ പ്രവചിക്കുന്നു, ജീവനെ പ്രവചിക്കുകയാണ്. ബ്ലെസ്സിംഗ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
ഇൻ ജീസസ് നെയിം ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം ഞങ്ങൾ കേട്ടതായ ദൈവിക ദൂതിനോടും അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന ഈ മെസ്സേജ് കേട്ട എല്ലാ കുടുംബ അംഗങ്ങളോടും വ്യക്തികളോടും വിശ്വാസികളോടും ലീഡേഴ്സിനോടും പാസ്റ്റേഴ്സിനോടും കാലാവസാനത്തോളം ഉണ്ടാകപ്പെടുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണം.